നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊന്നു കളഞ്ഞോടാ നീയൊക്കെ ഞങ്ങളുടെ ചെറുക്കനെ എന്നാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലെ പ്രധാന ചോദ്യം. അതായത് കഴിഞ്ഞ 10-12 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തെ ആരും കണ്ടിട്ടില്ല, കേരളത്തിൽ ആരും കണ്ടിട്ടില്ല. എന്നാൽ ചില മാധ്യമ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനായ എസ് രാജീവിനോട് രാഹുൽ മാങ്കൂട്ടം അബ്സ്കോണ്ടനാണല്ലോ, ഒളിവിലാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ്. അദ്ദേഹം എവിടെയാണ് ഒളിവിൽ? അദ്ദേഹം ഒളിവിലല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സുജയ പാർവതി തിരിച്ചു ചോദിക്കുന്നുണ്ട്, പിന്നെ രാഹുലിനെ ആരും കേരളത്തിൽ ആരും കാണുന്നില്ലല്ലോ, പിന്നെ എവിടെയാണ് എന്ന് ചോദിക്കുക. അദ്ദേഹം ഒരു MLA കൂടിയല്ലേ, പിന്നെ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അദ്ദേഹം ഉള്ളിടത്ത് തന്നെ ഉണ്ട്, നിങ്ങൾ തിരക്കി നോക്കൂ, അദ്ദേഹം ഉള്ളിടത്ത് തന്നെ ഉണ്ട്, അദ്ദേഹം ഒളിവിലാണ് എന്നൊന്നും പറയാറായിട്ടില്ല, അബ്സ്കോണ്ടൊന്നും അല്ല എന്നാണ് അഡ്വക്കേറ്റ് രാജീവ് പറഞ്ഞിരിക്കുന്നത്. അന്ന് നടന്ന വാദപ്രതിവാദത്തിൽ സുജയ പാർവതിക്ക് കണക്ക് രാജീവ് കൊടുത്തു എന്ന് വേണം പറയാൻ. അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം, അഭിഭാഷകനായ അദ്ദേഹം നന്നായി കൊടുത്തു എന്ന് തന്നെ അറിയാം. കാരണം അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു വാദം, രാഹുലൊക്കെ തന്നെ പുറത്തിറങ്ങുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നു, വാദത്തെ കുറിച്ചൊക്കെ ഞാൻ കോടതിയിലല്ലേ പറയേണ്ടത്, നിങ്ങളോടാണോ പറയേണ്ടത് എന്ന് കയറി തിരിച്ചു ചോദിക്കുന്നുമുണ്ട്. എന്തായാലും കുറഞ്ഞത് ഒരു 12-13 ദിവസം പിന്നിട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പാലക്കാടോ പത്തനംതിട്ടയിലോ തൃശ്ശൂരോ കൊച്ചിയിലോ എറണാകുളത്തോ ഒന്നും തന്നെ കാണാതായിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് വരികയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് വിശദമായ വാദം കേട്ട ശേഷം വിധിക്കായി മാറ്റിയത്. അടച്ചിട്ട മുറിയിലായിരുന്നു പ്രതിവാദങ്ങൾ നടന്നത്. പരാതിക്കാരിയുടെ മൊഴിയും തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. ഇന്ന് വിധി പറയുന്നതുവരെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കരുത് എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. വിവാഹ അഭ്യർത്ഥന നടത്തി രാഹുൽ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഔട്ട് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് കേസ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരിയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ പ്രതികളായ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് ജി വാര്യർ, മഹിളാ കോൺഗ്രസ് നേതാവ് രജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കും. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം സമാനമായ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വാങ്ങാനായി പോലീസ് ഇന്ന് വീണ്ടും അപേക്ഷ നൽകും. ബംഗളൂരു സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്നാണ് കോടതി വിധി പറയുന്നത്. ഹർജിയിൽ വിധി വരുന്നതുവരെ കടുത്ത നടപടികളൊന്നും സ്വീകരിക്കരുത് എന്ന് കോടതി പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹർജിയിൽ തീർപ്പാകുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. 7ാം അഡീഷൻ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി അനസ് വിയാണ് കേസ് പരിഗണിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉച്ചയ്ക്കാണ് ഹർജി ഫയൽ ചെയ്തത്. ബംഗളൂരു സ്വദേശിനി KPCC പ്രസിഡന്റ് ഇമെയിൽ ആയി നൽകിയ പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. DGP കൈമാറിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്ത അവസരത്തിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇതിനുശേഷമാണ് IG പൂങ്കുഴലി നേരിട്ട് പരാതിക്കാരിയുടെ മൊഴി എടുത്തത്. 4 മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത്. ആദ്യഘട്ടത്തിൽ പരാതിക്കാരി മൊഴി നൽകാനായി തയ്യാറല്ലായിരുന്നു. പരാതിക്കാരി പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, പക്ഷേ മൊഴി നൽകാൻ തയ്യാറല്ല എന്ന് ആവർത്തിച്ചു പറയുന്നു. തന്റെ ഐഡന്റിറ്റിയും പുറത്തു വരുമോ എന്ന ഭയമായിരുന്നു പരാതിക്കാരിയെ മൊഴി നൽകുന്നതിൽ നിന്നും മാറ്റി നിർത്തിയത്. എന്നാൽ SIT കൃത്യമായി തന്നെ പരാതിക്കാരിയെ പറഞ്ഞ് മനസ്സിലാക്കി, ഒരു പോറൽ പോലും വരികയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി, ഒരു വിവരവും പോലും പുറത്തു പോകില്ല എന്ന് വ്യക്തമാക്കിയതിനു ശേഷമാണ് പൂങ്കുഴലി നേരിട്ട് പരാതിക്കാരിയെ കാണുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. 4 മണിക്കൂർ നീണ്ടുനിന്ന ഒരു മൊഴിയെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. അതിൽ കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ ഒരു ബ്രൂട്ടലി റേപ്പ് ചെയ്ത ഒരു പെൺകുട്ടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നത്. അതിൽ പറയുന്ന കാര്യം തന്നെ ഉപദ്രവിച്ച്, അതായത് ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. തന്നെ വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചത്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനും ഒക്കെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ അറിയാം. രാഹുലിന്റെ കുടുംബത്തിനും ഇക്കാര്യം അറിയാം. എന്നാൽ പിന്നീട് രാഹുലിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയായിരുന്നു എന്നാണ് ഈ യുവതി പറയുന്നത്. ഔട്ട് ഹൗസിൽ വിളിച്ചാണ് കൊണ്ടാണ് പോയത്, ഇങ്ങനെ ഉപദ്രവിച്ചത്. ഭയമായിരുന്നു പുറത്തു പറയാൻ. ഇയാളുടെ പലർക്കും അറിയാത്ത പല സ്വഭാവങ്ങളും ഇയാൾക്കുണ്ട്
ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസുമായി ഓൺലൈനിൽ ബന്ധപ്പെടാൻ എല്ലാ സാഹചര്യവും സൗകര്യവും ഉണ്ടായിരിക്കെ പരാതിക്കാരി KPCC പ്രസിഡന്റിന് ഇമെയിൽ സന്ദേശം അയച്ചത് പരാതി പറഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിഭാഗം വാദം. അതായത് നേരത്തെയുള്ള അതിജീവിത നമ്പർ 1 ആയിട്ടുള്ള ആ പെൺകുട്ടി പരാതിയുമായി പോയത് മുഖ്യമന്ത്രിയുടെ വസതിയിലായിരുന്നു, ആദ്യം ക്ലിഫ് ഹൗസിൽ. എന്നാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇവിടെ അല്ല പരാതി നൽകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവിടെ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നു, അവിടെ പരാതി നൽകുന്നു. ഇപ്പോൾ ഇതാ നമ്പർ 2 അതിജീവിത, രണ്ടാമത്തെ അതിജീവിത പരാതി നൽകിയതാകട്ടെ KPCC പ്രസിഡന്റും. എന്താ ഇവിടുത്തെ പോലീസ് സംഘമൊക്കെ തന്നെ ഈച്ചയടിക്കാൻ ഇരിക്കുകയാണോ എന്നാണ് ചോദ്യം. ഇവരൊക്കെയാണ് പരാതി ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആഭ്യന്തരം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഭരണപക്ഷം എന്ന് പറയുന്ന ഭരണപക്ഷം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇവിടെ കിഴങ്ങ് പറിക്കാനിരിക്കുകയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും കിഴങ്ങ് പറിച്ചുകൊണ്ടിരുന്നു കൊള്ളൂ, ഇവിടത്തെ ജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം കത്തിക്കയറുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തെ കവച്ചു വെക്കുന്ന, മറികടന്ന് വെക്കുന്ന സ്വർണ്ണപ്പാളി വിഷയം കേരളത്തിലുള്ളിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു വ്യക്തിപരമായ വിഷയമായി മാത്രമേ ആളുകൾ കാണുകയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തോട് ദേഷ്യമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഒരുപക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ തള്ളി പറഞ്ഞാൽ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാതിരുന്നാൽ പോലെ, അതെന്തിനാണ് അദ്ദേഹത്തിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പുണ്ടെങ്കിൽ അതെന്തിനാണ് എല്ലാവരോടുമായി തീർക്കുന്നത്? പക്ഷെ സ്വർണ്ണക്കുള്ള അങ്ങനെയല്ല. ഒരു സംവിധാനം മുഴുവൻ ഇറങ്ങി നിന്നുകൊണ്ടാണ് അയ്യന്റെ തിരുവാഭരണങ്ങൾ പോലെ അയ്യന്റെ സ്വർണം, സ്വത്ത് ഇവയെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ജനങ്ങൾ ചോദിക്കും, അപ്പോൾ ജനങ്ങൾ പ്രതികരിക്കും. അതൊരു പക്ഷേ ബാലറ്റ് പേപ്പറിലൂടെ അല്ലെങ്കിൽ വോട്ട് വഴി ആയിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും പരാതിയിൽ ഒരിടത്തും പരാതിക്കാരുടെ പേരോ പീഡനം നടന്നു എന്ന് ആരോപിക്കുന്ന തീയതിയോ സ്ഥലമോ വ്യക്തമാക്കാതിരുന്നതിൽ നിന്ന് പരാതി രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയാണ് എന്ന് വ്യക്തമാണെന്നും പ്രതിഭാഗം വാദിച്ചു. മാത്രമല്ല പരാതിക്കാരി ആദ്യം മൊഴി നൽകാൻ പേടിച്ചതും മടിച്ചതും ഒരു പക്ഷേ കള്ളത്തരം പൊളിയുമെന്ന് ഭയന്നിട്ടാണോ എന്ന ചോദ്യം പോലും ഉയർന്നിരുന്നു. പക്ഷെ അപ്പോഴും പരാതിക്കാരി പറയുന്നത് ശരിയാണ്. അതിജീവിത നമ്പർ 1ന്റെ വിശദ വിവരങ്ങൾ, ചിത്രങ്ങൾ അടക്കമുള്ളവ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അത് ഭയന്നിട്ടാണ്, താനും പേടിച്ചാണ് പറയാതിരുന്നത് എന്ന് പറയുന്നതിലും ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കിപ്പോൾ വ്യക്തമാകുന്നു. എന്തായാലും 2023 ഏതോ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് പീഡനം നടന്നു എന്നാണ് പരാതിയിലെ ആരോപണം. അവ്യക്തമായുള്ള പരാതി രാഹുലിനെതിരായ ആദ്യ കേസ് കോടതി പരിഗണിച്ച ശേഷമാണ് ഉണ്ടായതെന്നതിൽ നിന്ന് പരാതിക്ക് പിന്നിലെ ദുരൂഹത വ്യക്തമാണെന്നും പ്രതിഭാഗം വാദിച്ചു. പരാതി യാഥാർത്ഥ്യമാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പരാതിക്കാരി വ്യക്തമായ മൊഴി നൽകിയ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതേ എന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ആദ്യത്തെ ബലാത്സംഗ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ 12 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. ഈ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. ഈ കേസ് ഡിസംബർ 15ലേക്ക് മാറ്റിയിരിക്കുകയാണ്. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന പരാതിയിലാണ് ആദ്യത്തെ കേസ് വരുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ രാജീവ് ശക്തമായി തന്നെ പോരാടാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ സെഷൻസ് കോടതിയിൽ ശാസ്തമംഗലം അജിത്തായിരുന്നു കേസ് വാദിച്ചിരുന്നത്. പിന്നീട് അഭിഭാഷകനെ മാറ്റിയിട്ടില്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ശാസ്തമംഗലം അജിത്തിനെ രാഹുൽ ഈശ്വറിന്റെ കേസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു വക്കീലിനെയാണ് ഇപ്പോൾ ശാസ്തമംഗലം അജിത്തിന് പകരം രാഹുൽ ഈശ്വർ വെച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്താകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അറസ്റ്റിന് എന്തായിരിക്കും, അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ, ജാമ്യം ലഭിക്കുമോ എന്നറിയില്ല. രണ്ടാമത്തെ കേസിലാണ് ഇത്തരത്തിലൊരു വിധി പറയുന്നത്. സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കാത്തിരുന്ന് കാണാം. മണിക്കൂറുകൾ മാത്രം ബാക്കി.